ലോക ഈ ഓണം റിലീസുകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്ത സിനിമ ലോക തന്നെയാണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്നാണ് ഈ സിനിമയുടെ ഫുൾ നെയിം. ഒരുപാട് പ്രതീക്ഷിച്ച കാരണം എന്താ വെച്ചാൽ സൂപ്പർ ഹീറോ സിനിമകളൊന്നും മലയാളത്തിൽ അങ്ങനെ വളരെ വിരളമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൽ തന്നെ മിന്നൽ മുരളി പോലൊരു ക്വാളിറ്റി പരിപാടിയൊന്നും പിന്നെ വന്നിട്ടുമില്ല. അപ്പം ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. അതിൽ തന്നെ ഇതൊരു വെയ്ഫെയറിൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സാണ്, ഒരു 5 പാർട്ട് സിനിമാറ്റിക് യൂണിവേഴ്സാണ്. ഒരുപാട് ക്യാമിയോകളൊക്കെ ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ടാകും എന്നൊക്കെ അറിയുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈ സിനിമയ്ക്കാണ് ഉറപ്പായിട്ട് ഓണത്തിന് ഇറങ്ങുന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്ത സിനിമ. ഡൊമിനിക് അരുൺ ആണ് ഈ സിനിമയുടെ സംവിധായകൻ. അദ്ദേഹം തന്നെയാണ് എഴുതിയിരിക്കുന്നതും. നമ്മുടെ സിനിമാ നടിയാക്കിയിട്ടുള്ള ശാന്തി ഈ സിനിമയുടെ കോ റൈറ്ററായിട്ട് അഡീഷണൽ സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുണ്ട്. ശാന്തി ആരാന്ന് വെച്ചാൽ ഈ ഡൊമിനിക് അരുണിൻ്റെ ഫസ്റ്റ് സിനിമയിലെ ഹീറോയിൻ. തരംഗമാണ് ഡൊമിനിക് അരുണിൻ്റെ ഫസ്റ്റ് സിനിമ. അത് തിയേറ്റർ പൊട്ടിപ്പൊളിഞ്ഞ സിനിമയാണ്. എനിക്ക് പക്ഷേ പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഞാൻ തിയേറ്ററിൽ തന്നെ പോയി കണ്ട്. ഞാൻ 2ാം ദിവസം പോയി, ഒരു മനുഷ്യനില്ല, 10 പേരൊന്നും തിയേറ്റർ ഷോ ഇടാനുള്ള ആൾ മാത്രമേ ഉള്ളൂ. വന്നവർക്കും കൂടെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിക്കെന്തോ ഭയങ്കരമായിട്ട് കണക്റ്റ് ആയ ഒരു സിനിമയാണ് തരംഗം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മൊത്തത്തിൽ ഈ സിനിമയ്ക്ക് ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. പോരാത്തതിന് കല്യാണി എനിക്കിഷ്ടമാണ്, ഭയങ്കര നസ്ലനെ ഇഷ്ടമാണ്, ചന്തു സലീം കുമാറിനെ ഇഷ്ടമാണ്. പിന്നെ ഇതിൽ ക്യാമിയോകൾ ഉണ്ടെന്ന് റൂമർ കേട്ട ആൾക്കാരെയും ഇഷ്ടമാണ്. സിനിമയെ പറ്റി പറഞ്ഞാൽ പ്രോപ്പർ സൂപ്പർ ഹീറോ പരിപാടി, പ്രോപ്പർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ ജോണർ, പ്രോപ്പർ സൂപ്പർ ഹീറോ ആക്ഷൻ, അതാണ് ഈ സിനിമയുടെ ജോണർ. സബ് ജോണേഴ്സായിട്ട് കുറച്ച് ഹൊറർ പരിപാടികളൊക്കെ വരുന്നുണ്ട്. ഒരു മിത്തിക്കൽ, നമ്മുടെ ഇന്ത്യൻ പറയുന്നതിലുപരി കേരളത്തിലെ കുറച്ച് മിത്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പരിപാടികളുണ്ട്. ട്രെയിലറിൽ അവരെ ഡയലോഗൊക്കെ പറയുന്നുണ്ട്, എന്താണെന്ന് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ കണക്ഷൻ കിട്ടാൻ വഴിയുണ്ട്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ തുടക്കം തന്നെ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള മേക്കിങ്. ഇവരിത് ബാംഗ്ലൂരാണ് ഇവർ കാണിച്ചിരിക്കുന്നത് കഥ നടക്കുന്നതായിട്ട്. പക്ഷേ നമ്മളിത് വേറെ ഏതോ രാജ്യത്ത് പോയി പക്കാ മറ്റേ പാർട്ടി വൈബൊക്കെയുള്ള ഇപ്പോൾ സ്പാനിഷ് സീരീസൊക്കെ കാണുമ്പോൾ തോന്നുന്ന ആ ഒരു സാധനമൊക്കെ, മെക്സിക്കോ അങ്ങനത്തെ സീരീസുകളിലൊക്കെ കാണത്തില്ല, ആ ഒരു സ്ഥലത്തിൻ്റെ ഒക്കെ ഒരു മൂഡ് കിട്ടി. അങ്ങനെ തുടങ്ങി. അത് തന്നെ അവർ പിടിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, ഇത് മറ്റേ കളറിങ്, ലൈറ്റിംഗ് ആണ് ഏറ്റവും മെയിൻ. ഇത് മൂന്നും വേറെ ലെവല്. ഇത് മൂന്നും വിഷ്വലി, അതുകൊണ്ട് തന്നെ വിഷ്വൽ സ്പെക്ടാക്കിളാണ് സിനിമ. പിന്നെ എല്ലാം മേക്കിംഗ്, നമുക്ക് ആദ്യത്തെ ഒരു 10 മിനിറ്റ് കാണുമ്പോൾ തന്നെ മേക്കിംഗ് ടോപ്പാന്ന് മനസ്സിലാവും. പിന്നെ എനിക്ക് മേക്കിങ്ങിലെല്ലാം അടിപൊളി. അതിലേറ്റവും തന്നെ എനിക്ക് വിഷ്വൽസാണ്. പിന്നെ പറയാനുള്ളത് മ്യൂസിക്കും വി എഫ് എക്സിന് ഈ സിനിമയുള്ള പങ്ക് എന്താണെന്ന് നമുക്ക് ഒരു സൂപ്പർ ഹീറോ പടം ആ ജോണർ കാണുമ്പോഴേ നമുക്ക് അറിയാം. വി എഫ് എക്സ് മോശമായ മടുപ്പാവുന്നു. വി എഫ് എക്സ് തകർത്തു. മ്യൂസിക്കും ജേക്സ് ബിജോയ് ഞെരിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ഫ്ലാഷ് ബാക്ക് ഏരിയ വരുന്നുണ്ട്. ആ ഏരിയയിൽ മറ്റേ ടീസറിൽ വരുന്നൊരു മ്യൂസിക് വരും. അത് ഭയങ്കര നമുക്കൊരു കണക്ഷൻ കിട്ടുന്നൊരു സാധനമായിരുന്നു. അപ്പോൾ തുടക്കം തന്നെ ആദ്യത്തെ ഒരു 15 മിനിറ്റ് തന്നെ ഇതിൻ്റെ പരിപാടി മനസ്സിലാകും. നമ്മളിതൊരു വൻ ടെക്നിക്കലി വൻ പൊളി സാധനമെന്ന് മനസ്സിലാവും. അങ്ങനെ പിന്നെ കല്യാണിയുടെ ക്യാരക്ടർ ആദ്യം തന്നെ കാണിക്കും. അത് കഴിഞ്ഞിട്ടൊരു 20 മിനിറ്റിന് ശേഷം എന്താണെന്ന് കഥ മനസ്സിലാവും. നസ്ലൻ, ചന്തു, അരുൺ ഇവരുടെ ഗ്യാങ് വരുന്നതിലൂടെ കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ, കോമഡിയൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് കോമഡിയൊന്നും അങ്ങനെ ഫസ്റ്റ് ഹാഫ് വർക്കായില്ല. പിന്നെയും ഇവർ കുറച്ച് കോമഡിയൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് പിന്നെ സെക്കൻഡ് ഹാഫിലാണ് കോമഡികൾ വർക്കാവുന്നത്. ഫസ്റ്റ് ഹാഫ് പക്ഷേ ആ ഒരു മീറ്ററിൽ തന്നെ, ഒരു എക്സൈറ്റ്മെൻറ്റ് മീറ്ററിൽ, എന്താണ് കഥ പോകുന്നതെന്ന് അറിയാത്ത ആ ഒരു മീറ്ററിൽ, നമ്മളതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയുള്ള മീറ്ററിൽ ഭയങ്കര കിടിലൻ ടെക്നിക്കലി റിച്ച് ആയിട്ടുള്ള പരിപാടികൾ നമ്മളിങ്ങനെ ഇരുന്ന് 1.25 മണിക്കൂർ പോകുന്ന അറിയത്തില്ല. പടം 2.5 മണിക്കൂറാണ്. 1.25 മണിക്കൂർ പോകുന്നത് നമ്മൾ അറിയത്തില്ല. അത്രയും ഫാസ്റ്റായിട്ട് ഇൻ്റർവെല്ലാവുന്നു. അതിൽ തന്നെ ഈ 1.25 മണിക്കൂറിൻ്റെ അവസാനത്തെ ഒരു 15 മിനിറ്റാണ് ഈ ഒരു ഫ്ലാഷ് ബാക്ക്, ഞാൻ പറഞ്ഞ ജേക്സ് ബിജോയ് ഞെരിച്ചൊരു ഭാഗം വരുന്നത്. അവിടെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ കിട്ടിയ ഒരു ഏരിയ ആണത്. ആ ഇമോഷണൽ കണക്ഷൻ ഈ സിനിമയെ പറ്റിയുള്ള ബാക്കി ഞാൻ പറയാം. പക്ഷേ ഈ ഒരു ഏരിയയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ കണക്ഷൻ കിട്ടി. അങ്ങനെ ഒരു ഇൻ്റർവെല്ലാവുന്നു. ഇൻ്റർവെല്ലായി കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങി നമ്മൾ വിചാരിക്കുന്ന ഇൻ്റർവെല്ലാകുമ്പോൾ ഇവർ 2-3 നെഗറ്റീവ് പരിപാടി ക്യാരക്ടേഴ്സിനെ, ഒരു ഗ്യാങ്ങിനൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പോൾ ഇവരെല്ലാം ഈ കല്യാണി അവരുടെ ഒരു ഫോഴ്സിനെതിരെ തിരിയുന്നു. അങ്ങനെ ഭയങ്കര ഒരു എപ്പിക്ക് ക്ലാഷ് കാണാം. ആ ഒരു രീതിയായിരുന്നു ഇൻ്റർവെല്ലിന് ശേഷം. പക്ഷേ ഇൻ്റർവെല്ലിന് ശേഷം പടം അങ്ങ് ഡൗൺ ആയതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പോഴും മേക്കിങ്ങിൽ ഒരു കോംപ്രമൈസും ഇല്ല, ഒന്നുമില്ല, വേൾഡ് ക്ലാസ് മേക്കിംഗ് ആണ്. പക്ഷേ സ്ക്രിപ്റ്റ്, നമ്മൾ ഈ ഫുള്ള് കഴിയുമ്പോഴാണല്ലോ സ്ക്രിപ്റ്റ് വിലയിരുത്തുന്നത്. അപ്പോൾ ഈ സിനിമ ഇൻ്റർവെല്ലോട്ട് തീരുന്നിടം വരെ എനിക്ക് ഇപ്പോൾ ക്യാമിയോ 1-2-3 ക്യാമിയോകളുണ്ട്. ഇവരാരും വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു കിക്കൊന്നും കിട്ടിയില്ല. ഒന്നാമത്തെ കാര്യം നമ്മൾ എക്സ്പെക്റ്റഡ് ആയിരുന്നു. രണ്ടാമത്തെ കഥ അത്രയും ഇവർ വന്ന് രക്ഷിക്കണം ആ ഒരു സാധനം എനിക്ക് പേഴ്സണലി തോന്നിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ സ്ക്രിപ്റ്റ് കാണുമ്പോൾ ഈ സിനിമ എനിക്ക് വീക്കായിട്ട് തോന്നി. സിനിമ കണ്ടു കഴിയുമ്പോൾ ആലോചിക്കുമ്പം എല്ലാം അടിപൊളി, വൻ പൊളി, ബ്രില്യൻറ്റ് മേക്കിങ്, ഡയറക്ഷൻ. പക്ഷേ സ്ക്രിപ്റ്റ് അത് ഇദ്ദേഹം തന്നെയാണ് മെയിൻ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. പിന്നെ ശാന്തി ഉണ്ട്. ശാന്തി ഇതിലൊരു ക്യാമിയോ പരിപാടിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ ആ ഒരു റൈറ്റിങ്ങിലൂടെ ഒന്ന് സെറ്റാക്കിയിരുന്നെങ്കിൽ മറ്റേ 5 ഔട്ട് ഓഫ് 5 കൊടുക്കാൻ പറ്റുന്ന ആവുമായിരുന്നു. കാരണം ബാക്കിയെല്ലാം അത്രയും പക്കയാണ്. നമ്മൾ ഒരിക്കലും ഒരു മലയാളം പടത്തിൽ വളരെ റെയറായിട്ട് ഇത്രയും ക്വാളിറ്റി കാണത്തുള്ളൂ. പക്ഷേ സ്ക്രിപ്റ്റിൽ ആ ക്വാളിറ്റി പോയി. മെയിനായിട്ട് പറയാനാണെങ്കിൽ
നമുക്ക് ഹൈ ഫാക്ടേഴ്സ് കുറവാണ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ക്യാമിയോസ് വരുമ്പോഴോ അല്ലെങ്കിൽ ഇതിൽ ഫൈറ്റിനോ അതിനോ ഇതിനോ ഇടുക്കി പരിപാടി നമുക്ക് ഒന്ന് ഇടിക്കടാ ഇടിക്കടി കല്യാണി അവനെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആ ഒരു സാധനമൊന്നും തോന്നില്ല ഒരിടത്തും. പിന്നെ പിന്നെ പറയാനുള്ള ഇമോഷണൽ കണക്ഷൻ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഹാഫിൽ ആ ഒരു അവസാനത്തെ ഒരു ആ ഏരിയയിലല്ലാതെ എനിക്ക് ഈ സിനിമയിൽ ഒരിടത്തും ഇമോഷണൽ കണക്ഷൻ തോന്നിയില്ല. ഇപ്പോൾ കല്യാണിയോട് തോന്നാൻ അവർ കുറേ ഐറ്റങ്ങൾ ഇടുന്നുണ്ട്, നസ്ലൻ ഗ്യാങ്ങിനോട് തോന്നാൻ കുറേ ഐറ്റം ഇടുന്നുണ്ട്. ഇതൊന്നും നമുക്ക് ഇവരിട്ടാന്ന് മനസ്സിലാകും, പക്ഷേ നമുക്ക് ആ ഒരു സാധനം നമുക്ക് നാച്ചുറലി വരത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഈ സ്ക്രിപ്റ്റ് ഭയങ്കര പ്ലെയിൻ ആയി പോയതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈവൻ ക്ലൈമാക്സ് തീരുമ്പോൾ പോലും കുറച്ച് ഗിമ്മിക്ക് എന്നുള്ള രീതിയിൽ കുറച്ച് ക്യാമിയോസോ അങ്ങനത്തെ കാര്യങ്ങൾ ഇട്ടതല്ലാതെ എനിക്ക് പേഴ്സണലി സ്ക്രിപ്റ്റ് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു തിയേറ്റർ തന്നെ കാണാനുള്ള സിനിമയാണ്. തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ച്, തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. ഈ സിനിമ മറ്റേ 5-5 കൊടുക്കേണ്ട മസ്റ്റ് വാച്ച് എന്നല്ല. ഈ സിനിമ പക്ഷേ നിങ്ങൾ കാണാൻ തീരുമാനിക്കുന്നുണ്ട് അത് തിയേറ്ററിൽ തന്നെ, അല്ലെങ്കിൽ കാണാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിലല്ല, നിങ്ങൾ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം. കാരണം മലയാളത്തിൽ വളരെ റയറാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇതിൽ തന്നെ അവർ കാണിക്കുന്നുണ്ട് ആരെ വെച്ചിട്ടാണ് പാർട്ട് 2 എന്നൊക്കെ, അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. പറയാൻ വിട്ടു, ഈ കല്യാണി സൂപ്പർ. പുള്ളിക്കാരി മറ്റേ ശേഷം മൈക്കിൾ ഫാത്തിമയ്ക്ക് കളിയാക്കിയവർക്ക് ആൻ്റണി സിനിമയിലൂടെ പുള്ളിക്കാരിയുടെ ഒരു സ്ട്രോങ് സോൺ എന്താണെന്ന് കാണിച്ചു. പക്ഷേ ആ സിനിമ അത്ര പോരാത്തതുകൊണ്ടും അതിൽ ജോജുവാണ് കുറച്ചുകൂടെ മെയിൻ എന്നുള്ളതുകൊണ്ടും അത് ആൾക്കാർ അധികം ശ്രദ്ധിച്ചില്ല. പക്ഷേ ഇത് കണ്ട ആരും ഇനി കല്യാണി ഞാൻ എന്ന് വെച്ച് മറ്റേ ഫാത്തിമ അതുപോലത്തെ മറ്റേ ഭയങ്കര സംസാരിക്കേണ്ട റോളോ അല്ലെങ്കിൽ അങ്ങനത്തെ റോളിന് ആപ്റ്റാന്ന് ഇപ്പോഴും ഞാൻ പറയത്തില്ല. പക്ഷേ പുള്ളിക്കാരിയുടെ ഒരു സോണുണ്ട്, ഒന്നിനും കൊള്ളാത്തൊരു നെപ്പോക്കിഡല്ല, കഴിവുള്ള ആൾ തന്നെയാണെന്ന് ഈ സിനിമയിൽ മനസ്സിലാവും. നസ്ലൻ സ്ഥിരം പരിപാടി തന്നെ, കോമഡി പരിപാടിയാണ്, സപ്പോർട്ടിങ് പരിപാടിയാണ്, ലീഡല്ല സപ്പോർട്ടിങ് ആണ്. നസ്ലൻ, ചന്തു, അരുൺ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ശരത് സബ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫാൻഡി, ലിയോ കഴിഞ്ഞിട്ട് പുള്ളിയുടെ ബെസ്റ്റ് റോളാണ്. നമുക്ക് ഒരു വെറുപ്പ് തോന്നും, ആ ക്യാരക്ടർ ഒന്നുകൂടെ ഒന്ന് വെൽ റിട്ടേൺ ആക്കാമെന്ന് എനിക്ക് തോന്നി. ലാസ്റ്റൊക്കെ ആയപ്പോൾ ഒന്നിനും ഒരു നന്മ പോലും ഇല്ലാത്ത ഒരാളെന്നുള്ള ആ ഒരു പരിപാടി മാറ്റിയ കുറച്ചുകൂടെ ആ ഒരു ക്യാരക്ടറിനൊരു 5% ഒരു ഗ്രേ ഷെയ്ഡ് കൊടുക്കാമായിരുന്നു എന്നൊരു തോന്നി. ഇതൊന്നും സ്പോയിലർ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്കിത് കാണുമ്പോൾ ട്രെയിലറൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു, അതൊന്ന് യൂട്ടിലൈസ് ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്, റൈറ്റിങ്ങിൽ കുറച്ചുകൂടെ യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് മറ്റേ വേറെ ലെവലാണ്. ഇപ്പോഴും മേക്കിങ്ങിൽ ആ ഒരു ലെവൽ തന്നെ, പക്ഷേ സ്ക്രിപ്റ്റ് കൂടെ വരുമ്പോൾ 50-50 ആണല്ലോ. 50 മേക്കിങ് 50 സ്ക്രിപ്റ്റ് ആണല്ലോ. മറ്റേ 50 എന്ന് പറയുമ്പോൾ അതിനൊരു 10-20% എത്തിയിട്ടുള്ളൂ. അതാണ് പ്രശ്നം പറ്റിയത്. പക്ഷേ എന്തായാലും ഞാൻ പറയുന്നത്, ഇന്ന് കണ്ട 2 സിനിമയും എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടതാണ്. എന്ന് വെച്ച് രണ്ടും ഞാൻ ഹൃദയപൂർവ്വത്തിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ രണ്ടും മറ്റേ 5-5 5-4 കൊടുക്കേണ്ട സിനിമകളല്ല. രണ്ടും ഒരു ഗുഡ് വാച്ചാണ്. അതിൽ തന്നെ ബാക്കി ഈ ജോണർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 3 out of 5 ആണ്.